ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള എപ്പിസ്കോപ്പൽ സിനഡ് ഇന്ന് പത്തനംതിട്ട കുറ്റപ്പുഴയിലാണ് യോഗം. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശശിനാരായണൻ, എപ്പോഴാണ് യോഗം? വിശദാംശങ്ങൾ. ഭവ്യ, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കാനുള്ള സിനഡ് യോഗം 10 തിരുവല്ല കുറ്റപ്പുഴയിലെ സിനഡ് ഹാളിൽ നടക്കും. 10:45 പുതിയ മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കും. കാലം ചെയ്ത ബിലീവേഴ്സ് പരമാധ്യക്ഷൻ അത്തനാസ്യോസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗമാണ് നടക്കുന്നത്. പ്രധാനമായും നേരത്തെ ബിലീവേഴ്സിന്റെ മെത്രാപ്പൊലീത്തയായിരുന്ന അത്തനാസ്യോസ് യോഹാൻ മെത്രാപ്പൊലീത്ത നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അതിന്റെ ഒരു പിൻഗാമിയായി തിരഞ്ഞെടുക്കുന്ന ആളെ അതിന്റെ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചും സഭയുടെ വരും കാല പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളെ തന്നെ ആയിരിക്കണം തിരഞ്ഞെടുക്കണമെന്നൊരു ആലോചനയാണുള്ളത്. എന്തായാലും സിനഡ് യോഗത്തിൽ ഇതൊക്കെ പുതിയ മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുക്കുന്നതോടുകൂടി തന്നെ പുതിയ മെത്രാപ്പൊലീത്തയ്ക്കുള്ള ചുമതലകൾ അത് മുൻകാലങ്ങളിൽ നടത്തിയ സഭയെ നയിച്ചുകൊണ്ടുപോയിട്ടുള്ള അതേപോലുള്ള സമാനമായ രീതിയിൽ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മെത്രാപ്പൊലീത്ത തന്നെ ആയിരിക്കണമെന്നുള്ള സൂചനയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ യോഹൻ മെത്രാപ്പൊലീത്ത അന്തരിച്ചതിന് ശേഷം താൽക്കാലിക ചുമതലയുള്ള ബിഷപ്പിനെ തിരഞ്ഞെടുത്തു. 9 അംഗ സിനഡ് കൂടിയാണ് അന്ന് താൽക്കാലിക ചുമതലയുള്ള ബിഷപ്പിനെ തിരഞ്ഞെടുത്തത്. അദ്ദേഹമോ അല്ലെങ്കിൽ യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ മകനോ വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയുന്നുണ്ട്. അതായത് സിനഡ് യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമാണ് അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകത്തുള്ളൂ. എന്തായാലും 10 മണിയോടുകൂടിയാണ് ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുപ്പുള്ള സിനഡ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ആരൊക്കെയാണ് അതിഥികളായി എത്തുന്നത് ശശിനാരായണൻ?